10, 9, 8, 7, 6, 5, 4, 3, 2, 1, L40 stages are ignited. ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ ചരിത്രമെഴുതിയിരിക്കുകയാണ് ഇന്ത്യ. കഴിഞ്ഞ ദിവസത്തെ വിക്ഷേപണം വിജയിച്ചതോടെ വലിയൊരു നാഴികക്കല്ല് പിന്നിടുകയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നുള്ള 100ാമത് ദൗത്യം ISRO വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നോക്കാം ബഹിരാകാശ രംഗത്ത് ചരിത്ര ദൗത്യം പൂർത്തിയാക്കിയ ISROയുടെ പുതിയ വിക്ഷേപണത്തിന്റെ വിശേഷങ്ങൾ. ജനുവരി 29 ബുധനാഴ്ച രാവിലെ 6:23 ISROയുടെ 100ാം റോക്കറ്റ് കുതിച്ചുയരുന്നത്. എന്തായിരുന്നു ഈ 100ാം ചരിത്ര ദൗത്യം? ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 2ാം വിക്ഷേപണത്തറയിൽ നിന്ന് ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ GSLV F-15 എന്ന വാഹനം ഉദിച്ചുയരുന്ന സൂര്യനോടൊപ്പം ആകാശത്തേക്ക് ഉയർന്നു. ഈ വാഹനത്തിൻ്റെ ചിറകിലേറി ഓർബിറ്റിലേക്ക് പോയത് NVS-02 ന്യൂ ജനറേഷൻസ് നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. ഇന്ത്യയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന നാവിഗേഷൻ സിസ്റ്റത്തെ അതിവേഗം വികസിപ്പിക്കാൻ സാധിക്കുന്ന ഉപഗ്രഹമാണ് NVS-02. കഴിഞ്ഞ ദിവസത്തെ ഈ വിക്ഷേപണത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ISROയുടെ 2025 ആദ്യത്തെ വിക്ഷേപണമാണിത്. അതുമാത്രമല്ല, ഈ അടുത്ത് സ്ഥാനമേറ്റെടുത്ത ISROയുടെ പുതിയ ചെയർമാൻ V. നാരായണൻ്റെ നേതൃത്വത്തിലുള്ള ടീമിൻ്റെ കന്നി വിക്ഷേപണമാണ്. ISROക്കും രാജ്യത്തിനും അഭിമാനകരമായ നിമിഷം. GSLV F-15 വിക്ഷേപിച്ച് NVS-02 വിജയകരമായി ഭ്രമണപഥത്തിലെത്തിയ ശേഷം ചെയർമാൻ V. നാരായണൻ നടത്തിയ വിജയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം ISROയുടെ ചരിത്രം തന്നെ അനുസ്മരിച്ചു. പ്രൊഫസർ വിക്രം സാരാഭായ് അടക്കമുള്ള ദീർഘദൃഷ്ടിയുള്ള നേതാക്കളാണ് രാജ്യത്തിൻ്റെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ജ്വലിപ്പിച്ച് നിർത്തിയത്. ഇപ്പോൾ 100ാം ദൗത്യത്തിലെത്തി നിൽക്കവേ പതിറ്റാണ്ടുകൾ ഇന്ത്യയുടെ സ്പേസ് മിഷനുകൾ നയിച്ച നേതാക്കളെയും അദ്ദേഹം അനുസ്മരിച്ചു. 1963 ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നത്. നെയ്ക് അപ്പാച്ചെ എന്ന അമേരിക്ക നൽകിയ സൗണ്ടിംഗ് റോക്കറ്റ് തുമ്പയിൽ നിന്നാണ് അന്ന് പറന്നത്. 1969 ISRO നിലവിൽ വരുന്നു. 1975 ഇന്ത്യയുടെ സ്വന്തം ഉപഗ്രഹമായ ആര്യഭട്ട ലോഞ്ച് ചെയ്യുന്നത്. സോവിയറ്റ് കോസ്മോസ് 3M റോക്കറ്റിലായിരുന്നു അന്നത്തെ വിക്ഷേപണം. പക്ഷേ 5 ദിവസങ്ങൾക്ക് ശേഷം ആര്യഭട്ടയുടെ സിഗ്നൽ നഷ്ടപ്പെട്ടു. 1979 ISROയുടെ ആദ്യത്തെ ബഹിരാകാശ വാഹനം പ്രൊഫസർ സതീഷ് ധവാന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചത്. സാക്ഷാൽ ഡോക്ടർ APJ അബ്ദുൽ കലാമായിരുന്നു അന്നത്തെ പ്രോജക്ട് ഡയറക്ടർ. 1980 തന്നെ സ്വന്തമായി ഉപഗ്രഹം ബഹിരാകാശത്തെത്തിച്ച 6ാമത്തെ രാജ്യമായി ലോകത്ത് ഇന്ത്യ. പിന്നീട് ASLV, PSLV, GSLV ഇങ്ങനെ തുടങ്ങി ഈ 46 വർഷങ്ങൾക്കിടയിൽ ലോഞ്ചിങ്ങിനായി 6 തലമുറ വാഹനങ്ങൾ ISRO വികസിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ ചരിത്രം കുറിച്ച എണ്ണം പറഞ്ഞ 3 ചന്ദ്രയാൻ മിഷനുകളിലൂടെ ISRO ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയെ ഏറെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ വിക്ഷേപിച്ച 50.9 മീറ്റർ ഉയരമുള്ള റോക്കറ്റാണ് GSLV F-15. 27 മണിക്കൂർ നീണ്ട കൗണ്ട് ഡൗണിനൊടുവിലാണ് ഈ വാഹനം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പറന്നുയർന്നത്. ഇതിനു മുമ്പ് 2023 മേയിലാണ് നാവിഗേഷൻ സാറ്റലൈറ്റായ NVS-01 ISRO വിക്ഷേപിച്ചത്. അതും വിജയകരമായി ഭ്രമണപഥത്തിലെത്തിക്കാൻ അന്ന് സാധിച്ചിരുന്നു. സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഗതിനിർണയം നടത്തുന്ന സംവിധാനമായ ഇന്ത്യയുടെ സ്വന്തം സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റമാണ് NAV-IC അഥവാ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. NAV-IC രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ സെക്കൻഡ് ജനറേഷൻ സാറ്റലൈറ്റായ 2023 വിക്ഷേപിച്ച NVS-01 ആയിരുന്നു. ഇപ്പോൾ NVS-02 കൂടി വിജയകരമായി ഓർബിറ്റിലെത്തിയതോടെ ഇന്ത്യയുടെ NAV-IC സിസ്റ്റത്തിലേക്ക് ഒരു പ്രധാന കൂട്ടിച്ചേർക്കൽ കൂടി സംഭവിക്കുകയാണ്. ഇന്ത്യയുടെ സ്വന്തം സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റത്തിലേക്ക് 2 പ്രധാന ഉപഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. നാവിഗേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതുവരെ വിദേശ GPS സർവീസുകളെയായിരുന്നു ഇന്ത്യ ആശ്രയിച്ചിരുന്നത്. വൻ തുക ചെലവഴിച്ച് അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളുടെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമായിരുന്നു ഇന്ത്യയുടെ ആശ്രയം. ഇനി ഈ ആശ്രയത്വം കുറക്കാം. NAV-IC ശക്തിപ്പെടുന്നതോടെ ഗതിനിർണയ മേഖലകളിൽ ഇന്ത്യ സ്വയം നിയന്ത്രണം കൈവരിക്കുകയാണ്. 2 നൂതന നാവിഗേഷൻ ഉപഗ്രഹങ്ങൾ സ്വന്തമായി രാജ്യത്തിനുണ്ടാവുക സാങ്കേതിക രംഗത്തെ ഓട്ടോണമി വരെ കൈവരിക്കാൻ സഹായിക്കുന്ന നേട്ടമാണിത്. രാജ്യത്തുടനീളമുള്ള നാവിഗേഷൻ സേവനങ്ങളെ മികച്ചതാക്കി മാറ്റാൻ NVS-02 സാധിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്.
കരയിലും ആകാശത്തിലും സമുദ്രത്തിലുമുള്ള നാവിഗേഷൻ സംവിധാനങ്ങളെ കൃത്യതയോടെ വിനിയോഗിക്കാൻ NVS-02 വഴി സാധിക്കും. അതോടൊപ്പം കൃഷി, ഗതാഗതം, മൊബൈൽ ലൊക്കേഷൻ ഇങ്ങനെ തുടങ്ങിയ നിരവധി മേഖലകളിൽ NVS-02 സാന്നിധ്യം ഇന്ത്യക്ക് ഗുണകരമാകും. അത് മാത്രമൊന്നുമല്ല, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, സാറ്റലൈറ്റ് ഓർബിറ്റ് നിർണ്ണയിക്കുക, ക്രിട്ടിക്കൽ എമർജൻസീസ് റെസ്പോൺസ് സർവീസുകൾ ഇങ്ങനെ തുടങ്ങി വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജികളെയെല്ലാം ഈ സാറ്റലൈറ്റിന് സപ്പോർട്ട് ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് ISROയുടെ 100ാം വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിയ NVS-02 ഒരു ഗെയിം ചേഞ്ചിങ് അസറ്റായി ഇന്ത്യ നോക്കിക്കാണാൻ കാരണം. സാങ്കേതിക വിദ്യയിൽ വന്ന മുന്നേറ്റം എന്നതിനേക്കാൾ വലിയൊരു സാധ്യതയാണ് ഈ വിക്ഷേപണത്തിലൂടെ ഇന്ത്യക്ക് കൈവന്നിരിക്കുന്നത്. ആഗോള ബഹിരാകാശ ഗവേഷണ മത്സരത്തിൽ ISRO എത്രത്തോളം മുന്നിലെത്തിയിരിക്കുന്നുവെന്നതാണ് ഇത്തവണ ചൂണ്ടിക്കാട്ടുന്നതും. ലൂണാർ മിഷനുകൾ, രാജ്യത്തിനകത്തും പുറത്തുമുള്ള ക്ലയൻറ്റുകൾക്ക് വേണ്ടി നടത്തിയ സാറ്റലൈറ്റ് ലോഞ്ചുകൾ, കൊമേഴ്ഷ്യൽ സ്പേസ് സെക്ടറിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്വാധീനം ഇങ്ങനെ തുടങ്ങി അടുത്ത കാലത്തായി നിരവധി പുരോഗതികളാണ് ISRO കൈവരിച്ചിട്ടുള്ളത്. ഇനിയും നിഗൂഢമായ ബഹിരാകാശത്തിൻ്റെ എത്തിപ്പിടിച്ച സാങ്കല്പിക അതിർത്തികൾ വികസിപ്പിക്കാൻ ISRO ശ്രമം തുടരുകയാണ്. 2035ഓടെ ഇന്ത്യക്ക് സ്വന്തമായൊരു സ്പേസ് സ്റ്റേഷൻ, 2040ഓടെ ചന്ദ്രനിലേക്ക് മനുഷ്യരടങ്ങുന്ന ഒരു മിഷൻ, ഇങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള കുതിപ്പിലാണ് നമ്മുടെ സ്വന്തം ISRO.